ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് 4 എഗ് കറിയാണ്, അതായത് മുട്ട വെച്ചിട്ടുള്ള 4 കറികൾ. ഒന്നൊരു പോച്ച്ഡ് എഗ് കറിയാണ്, ബോയിൽഡ് എഗ് മസാല, പൊട്ടറ്റോ എഗ് കറി, പിന്നെ ഒരു എഗ്ഗ് റോസ്റ്റും. അത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കറികൾ ഉണ്ടാക്കുന്നതെന്ന്. പോച്ച്ഡ് എഗ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇളക്കാതെ വേവിച്ചെടുക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് നേരിയതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം സവാള. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടി കിട്ടും. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇവിടെ ഒരു തക്കാളി അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല തിക്കായിട്ട്, ഒരു ഗ്രേവി തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അരച്ച് ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ആ തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ എത്ര മുട്ടയാണോ എടുക്കുന്നത് അത് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഇളക്കാൻ പാടില്ല. പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് ബോയിൽ കുക്ക് ചെയ്തെടുക്കണം. എൻ്റെ ക്യാമറ ഓഫായിപ്പോയി. വൈറ്റും യോക്കും നമ്മൾ എങ്ങനെയാണോ പൊട്ടിച്ചൊഴിച്ചത് ആ രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യാണ്ട് വേവിച്ചെടുക്കണം. ഈ ഒരു ഫോമിൽ നമുക്കത് വെന്ത് കിട്ടും. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് ആ ഗ്രേവി ഒന്ന് വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങനെ കിടന്ന് നമ്മൾ പൊട്ടിച്ചൊഴിച്ച ആ ഫോമിൽ തന്നെ വെന്ത് കിട്ടണം. കണ്ടോ, ഈ ഒരു രീതിയിലേക്ക് നമുക്ക് വെന്ത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിയിലൊക്കെ അരയ്ക്കുന്ന സാധാ ജീരകമില്ലേ, അത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് കസൂരി മേത്തിയാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്. നമുക്കിത് ചോറിൻ്റെ കൂടെ, ബസ്മതി റൈസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. കൂടുതലും റൈസിൻ്റെ കൂടെയാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോച്ച്ഡ് എഗ് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ബോയിൽഡ് എഗ് മസാലയാണ്. ഇതിൽ നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട ഇങ്ങനെ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് ആ ജീരകം നന്നായി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഇത്രയും നന്നായി ചോപ്പ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്തിട്ടല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ആ തക്കാളിയെല്ലാം നന്നായിട്ട് അതിലേക്ക് ചേർന്ന് കിട്ടണം. അരച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ഇങ്ങനെ ആണ് ഈ കറിയിൽ ചെയ്യുക. പിന്നെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, വേവിച്ച മുട്ട, പുഴുങ്ങിയ മുട്ട, ആ പുഴുങ്ങിയ മുട്ട നന്നായിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് എഗ് യോക്കൊക്കെ അതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം ആ കറിയിൽ. അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് അങ്ങോട്ടിട്ട് ഉടക്കിയല്ല, പക്ഷെ എന്നാലും കുറച്ച് യോക്കൊക്കെ അതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബോയിൽഡ് എഗ് മസാല. നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരിക്കും ഇത്. ഞാനൊരു 3 മുട്ടയും 1 ഉരുളക്കിഴങ്ങും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ ഒരു സവാള, ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, ഇത്രയും അരിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, അതായത് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ സവാള പെട്ടെന്ന് വാടി കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് അടച്ചു വെക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. എണ്ണയെ കടന്നിട്ട് ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും ഒന്ന് നമുക്ക് നന്നായിട്ട് വഴണ്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ മസാല നന്നായിട്ട് എല്ലാ പച്ചച്ചുവയെല്ലാം മാറി തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങില്ലേ, അതിങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ്, ഇതിപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്ത ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനി ഇതൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് 2ാം പാല്
തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിൽ രണ്ടാം പാല് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് വരഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി. പൊട്ടറ്റോ എഗ് കറി റെഡി. ഒന്നാം പാല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. മുട്ട നന്നായി കഴുകി ഞാൻ കുക്കറിലാണ് ബോയിൽ ചെയ്യുന്നത്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. മല്ലിയില ഞാൻ കുറച്ച് നേരം നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കും കുറച്ച് നേരം. എന്നിട്ടത് 2-3 പ്രാവശ്യം കഴുകിയെടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 വലിയ ഉള്ളി, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി. ഇത്രയും നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മളുടെ സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. സവാള ഒന്ന് കുഴഞ്ഞ് വരുന്ന ഒരു ഇതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. നമ്മുടെ സവാള നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഗ്രേവി രൂപത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ വെറുതെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്താലും മതി. ആ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതായത് ശരിക്കും നല്ല റോസ്റ്റ് പോലെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട. വെറുതെ അടച്ചു വെച്ചിട്ട് സവാളയും തക്കാളിയും നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. എനിക്കിപ്പോൾ കുറച്ചൊരു ഗ്രേവി രൂപത്തിലാണ് ഇവിടെ കറി വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നു. ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കറി. എത്ര ഗ്രേവിയാണോ വേണ്ടത്, ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. നമുക്ക് അതിലേക്ക് മുട്ട വരഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ട് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഒന്നും കൂടെ നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം.